നടക്കില്ലുണ്ടോ? ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഞങ്ങളുടെ ഈ ഹെർബേ തന്നെ ഒരു കൊച്ചു പാർക്കിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് ഈ പാർക്കെന്ന് പറയുമ്പോൾ കടലിനോട് അടുത്ത് കിടക്കുന്ന പാർക്കാണ്. ഇവിടത്തെ വിശേഷങ്ങളും നമുക്കിന്ന് കാണാം. ഓക്കെ ഗൈസ്, അപ്പം ഞാനിവിടെ വന്നു. ഞങ്ങളിവിടെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഈ സ്കേറ്റിങ്ങിൻ്റെ സ്ഥലമാണ്. അതായത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പോൾ നമുക്ക് കാണാം പിള്ളേർ, പ്രായമുള്ളവർ, അവരൊക്കെ സ്കേറ്റ് ചെയ്യുന്നത്. സ്കേറ്റിങ് മാത്രമല്ല, ഇതിനകത്ത് ബൈക്കിംഗ് ഉണ്ട്, സൈക്ലിങ്ങിൻ്റെ പരിപാടിയുണ്ട്. ബൈക്കിംഗ് എന്നല്ല, ഓൾമോസ്റ്റ് ലൈക്ക് സൈക്ലിംഗ് സ്റ്റണ്ടാണ് മൊത്തം ഇവിടെ കാണാനുള്ളത്. നമുക്ക് കണ്ടു നോക്കാം. അത് കണ്ടില്ലേ, എന്തൊരു ഈസി ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അത് ഈസി ഒന്നുമല്ല, അതങ്ങനെ ഈസി ആയിട്ട് കിട്ടുന്നൊന്നല്ല. ഇത് ഒത്തിരി കാലത്തെ പ്രാക്ടീസ് കൊണ്ട് ചെയ്യുന്നതല്ല. അതെ, ചുമ്മാ ഒന്നും ചെയ്ത് നടക്കില്ല. ഇതുണ്ടോ? ഉയ്യോ, വാവ്. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ പപ്പ അമ്മയും പറയും, അയ്യോ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, അത് ചെയ്യാൻ പാടില്ല, സൈക്കിളിൽ കയറാൻ പാടില്ല, വീഴും, ബൈക്ക് മേടിച്ച് തരാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. എന്നിട്ട് ഇവിടെ പിള്ളേർ കാണിക്കുന്ന ഒന്ന് കാണേണ്ടത് കേട്ടോ. അതുകൊണ്ട് കൊച്ചു പിള്ളേരാണെന്ന് ആലോചിച്ചോണ്ട് പിള്ളേരതൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് അതൊരു കൊച്ചു ചെറുക്കനുണ്ട് ഇവിടെ. അതുകൊണ്ടോ, അത് ഒരു ചെറുക്കനാണ്, ഒരു കൂടി വന്നൊരു 6-7 വയസ്സ് കാണും, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ പുള്ളിയുടെ അഭ്യാസം കാണാം. അപ്പോൾ നമ്മൾ അവിടം കഴിഞ്ഞു. ഇനി നമുക്ക് അങ്ങോട്ട് നോക്കാം. ഇനി അങ്ങോട്ട് ഒത്തിരി കാര്യങ്ങൾ കിടപ്പുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കടലാണ്. കടൽ, ലേക്കല്ല, കടലാണ്. നമുക്ക് കാണാം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എല്ലാവർക്കും വീക്കെൻഡിലാണേലും ഒരു ഫ്രൈഡേ ഈവനിങ്, സാറ്റർഡേ, സൺഡേ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് സമയം ചിലവഴിക്കാൻ പറ്റും. ഇവിടെ പിള്ളേർക്ക് വേണ്ടിയൊക്കെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇതുണ്ടോ, ഇവർക്ക് ഭയങ്കര ഡേഞ്ചറസ് ആണ് ഇതൊക്കെ. പക്ഷേ ഇതൊക്കെ ഇവരിവിടെ ചെയ്യും. അതാണ് ഇവിടുത്തെ പേരൻസ് എല്ലാവരും ഇതിനൊക്കെ സമ്മതിക്കും, അനുവദിക്കും. എല്ലാം ഒന്നും പേടിയില്ലാതെ വളരണം, അങ്ങനെയുള്ളൊരിതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ, നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല, നമ്മൾ തോട്ടി ചാടാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ്. പക്ഷേ ഇതുണ്ടോ, ഇതൊക്കെ കൊച്ചു പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളാണ്. ഇത്രയും നീളത്തിലുള്ള സ്ലൈഡ്, ഇത്ര പൊക്കത്തിലാണ് സ്ലൈഡ് ഇരിക്കുന്നു നോക്കി. അപ്പം ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു വഴിയുണ്ട്. ഇതുണ്ടോ, ഈ വഴി ഇങ്ങനെ കയറി ചെല്ലുന്നത് നമുക്ക് നോക്കാം, നേരെ ബീച്ചിലേക്കാണ്. അതായത് ഇതിങ്ങനെ അങ്ങ് കിടക്കുവാണ് ഈ ഹെർബേ എന്ന് പറഞ്ഞാൽ. ഹെർബേ മാത്രമല്ല, ഒത്തിരി കോസ്റ്റൽ ഏരിയസ് ഉണ്ട് ഈ സൈഡിൽ തന്നെ. ഒത്തിരി ഏരിയസ് ഉണ്ട് കോസ്റ്റലായിട്ട്. ഇതിങ്ങനെ ആൾക്കാർ മീൻ പിടിക്കാൻ വരുന്നു, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വരികയാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ നമുക്ക് നോക്കാം ഈ സ്ഥലത്തേക്കുള്ള ഡിസ്കവർ ഫയാൽബ. അതായത് ഇവിടെ മെയിനായിട്ടും കാണാനുള്ളത് വെയിൽ ടെയിൽസ്, വെയിൽ വാച്ചിങ് ആണ് ഇവിടെ കൂടുതലും ഉള്ളത്. ഇതുണ്ടോ, മെയിൽ വെയിൽസ് ക്യാൻ ഗ്രോ അപ്പ് ടു ഓവർ 16 മീറ്റേഴ്സ്. സോ അതായത് 16 മീറ്റർ വരെ മെയിൽ വെയിൽസിന് വളരാൻ പറ്റും. ഒരു കാര്യം ഞാനിവിടെ ശ്രദ്ധിച്ചുകൊണ്ടല്ലോ, ഇതുകൊണ്ട് ഇതെന്തും മനോഹരമായിട്ടാണ് ഈ ബനിയൻ ട്രീസ് ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വളർത്തിയേക്കുന്ന നോക്കി. അത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് വെച്ചതായിരിക്കും. ഇതുണ്ടോ, എന്തൊരു സൗന്ദര്യമാണെന്ന് നോക്കിയ. ഇതിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. അത് രാവിലെയൊക്കെയാണെങ്കിൽ നല്ല ചൂടത്ത് നല്ല തണൽ വില കിട്ടും. അങ്ങനെയാണ്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് കാണേണ്ടതാണ്. നേച്ചറിനെ ഇത്രയും പ്രോത്സാഹിപ്പിച്ച് നിർത്തുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ ഇവിടെ കാടൊക്കെയാണ് ഒരു സ്ഥലത്ത്, പക്ഷേ ഇതൊക്കെ വേണേൽ വെട്ടി ഇല്ലാതാക്കാൻ നമുക്ക് പറ്റും. മൊത്തം ബിൽഡിംഗ് ആക്കാൻ പറ്റും. പക്ഷേ ഇവിടെയൊക്കെ അവരത് അതിൻ്റേതായ മാനേജ് ചെയ്താൽ പോയിക്കണം. മനുഷ്യന് പക്ഷികൾക്കും എല്ലാവർക്കും അതിനങ്ങനെ ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് കണ്ട സ്ഥലമാണിത്.
പിള്ളേർ കളിക്കുന്നത്. പിള്ളേർ ഒരു പ്രായമായ ഒരു പുള്ളിയുണ്ട്, അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അതുപോലെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ 3 വീഡിയോസിനും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. വിചാരിച്ചതിലും കൂടുതൽ വ്യൂസ് വന്നു. എന്നുവെച്ചാൽ ഒരു 200-250 വ്യൂസ് മിക്ക വീഡിയോയ്ക്കും വന്നിട്ടുണ്ട്. അത്യാവശ്യം കമൻസ് വന്നു. അതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ. വളരെ നന്ദിയുണ്ട്. നിങ്ങളിത് ഇനിയും കാണണം. അതായത് നമുക്കിനി എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കണം. അങ്ങനെ ഡിസ്കവർ ചെയ്തെന്ന് വെച്ചാൽ നേരത്തെ ഡിസ്കവർ ചെയ്ത് തന്നെ നമുക്ക് നിങ്ങളെ പ്രേക്ഷകരെ എല്ലാവരെയും ഞാൻ കാണിക്കും. അത് ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ട്രൈ ചെയ്യും. നിങ്ങളുടെ റീച്ച് കൂടുതലുള്ളിടത്ത് നിങ്ങൾ വാച്ച് ചെയ്യുന്നിടത്തോളം കാലം അത് ആ ഒരു സപ്പോർട്ട് എനിക്ക് തരുമ്പം, അതായത് അങ്ങനെ തന്നെ പറയുക, ആ സപ്പോർട്ട് തരുന്തോറും നമുക്ക് അതിൻ്റേതായ പുഷും നമുക്ക് കിട്ടും വീഡിയോസൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇരുട്ടി തുടങ്ങി. അതായത് ഇപ്പോൾ സമയം 6:15 കഴിഞ്ഞു. 6:15 കഴിഞ്ഞപ്പോൾ തന്നെ ഇരുട്ടാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വിൻ്ററിലേക്ക് അടുക്കുകയാണ്. അത് നല്ല കാർമേഘമുണ്ട്. എപ്പോൾ വേണേലും മഴയും പെയ്യാം. അതാണ് ഇവിടുത്തെ കാര്യം. മഴയ്ക്ക് ഇവിടെ ഒരു പഞ്ഞോ ഇല്ല. അത് പറയാതിരിക്കാതെ പറ്റിയില്ല. അതുകൊണ്ടോ, ഇതാണ് ഞങ്ങളുടെ ബീച്ച്. പക്ഷേ ഇതല്ല ശരിക്കുമുള്ള സൈഡ്, അപ്പുറത്തെ സൈഡുണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് ഇതിലേക്കൂടെ ഇറങ്ങിയെന്നേ ഉള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടി. പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ എവിടെയെങ്കിലും അടിച്ചു കെട്ടി വീണാൽ ആരും വരികയില്ല, നമ്മൾ തന്നെ പോകണം. അല്ലെങ്കിൽ ആംബുലൻസ് വിളിക്കണം. അപ്പനും അമ്മയൊന്നും വരാനൊന്നും പോകുന്നില്ല. അവർ ആംബുലൻസ് വിളിക്കുക, ആശുപത്രി പോവുക, അവിടെ പോയി വെയിറ്റ് ചെയ്യുക, കൈയും കാലും ഒടിഞ്ഞെങ്കിൽ അത് ശരിയാക്കുക. അതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ കാര്യം. പക്ഷേ ഇതുണ്ട്, ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായി. ഇവിടെ രാത്രി ആയെങ്കിലും ഇവിടെ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ലൈറ്റ് ഇട്ട് ഇവിടെ ഇപ്പം ഈ പുള്ളിയാണ് ഇവിടുത്തെ മെയിൻ ആളിപ്പോൾ. ഇവിടുത്തെ മൂത്താപ്പനാന്ന് തോന്നുന്നു ഈ ഭാഗത്ത്. നല്ല രസമുണ്ട് കാണാൻ. ഇതുണ്ടോ, ഇതടുത്തയാൾ. അവിടെ കുറച്ച് പേര് സ്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ബൈക്കിംഗ് കൊണ്ടുള്ള സ്റ്റണ്ടാണ്. ഇവരാരും ധൃതിയൊന്നും വെക്കുന്നില്ല. 1 at a time ആണ്. ഒരാൾ വന്നു, ഒരാൾ പോയി, അങ്ങനെയാണ്. ഒരാൾ വന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത ആൾ. അതേസമയം 2 പേരായിട്ട് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഇവിടുന്ന് പോവാം. സന്ധ്യയായി, വീട്ടിലോട്ട് പോവാണ്. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്നും കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വേണം. അങ്ങോട്ടുള്ള വീഡിയോസ് എല്ലാം കാണണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം സ്റ്റേ ട്യൂൺഡ്. അപ്പം സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം. ബൈ.